നമസ്കാരം. തമിഴ്നാടിനോടൊപ്പം തന്നെ കേരളത്തിലും വളരെയധികം ആരാധകരുള്ള ഒരു നേതാവാണ് തമിഴ്നാടിന്റെ BJP അധ്യക്ഷനായ കെ അണ്ണാമലൈ. മുൻപ് കോഴിക്കോടടക്കം അണ്ണാമലൈ എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമാണ് അണ്ണാമലയെ കാണാൻ അവിടെ കാത്തു നിന്നിരുന്നത്. ഇത്തവണ അണ്ണാമലൈ എത്തുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമാണ് കേരളത്തിലേക്ക്. അതിന് തക്കതായ കാരണവുമുണ്ട്. കാരണം തമിഴ് വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് അണ്ണാമലൈ എത്തിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലാണ് അണ്ണാമലൈ മത്സരിക്കുന്നത്. ഇതിനോടകം തന്നെ മനസ്സിലായി കാണും, ആ മണ്ഡലം പാലക്കാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലയുടെ വരവ് ഇതിനോടകം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. പാലക്കാട് എത്തുന്ന അണ്ണാമലൈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള 2 ലക്ഷത്തിനോടടുത്തുള്ള തമിഴ് വോട്ടർമാരെ കാണാൻ കൂടിയാണ് എത്തിയിരിക്കുന്നത്. ഇത് നിർണായകമായ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അണ്ണാമലയുടെ സ്വാധീനത്തിൽ ഇതുവരെ ലഭിക്കാതിരുന്ന ചില മേഖലകളിൽ കൂടി നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആനക്കട്ടി എന്ന സ്ഥലത്താണ് നിലവിൽ അണ്ണാമലൈ എത്തിയിരിക്കുന്നത്. അട്ടപ്പാടിയിൽ നിന്നടക്കം നിരവധി ആളുകൾ അണ്ണാമലയെ കാണുന്നതിന് വേണ്ടി മാത്രമായി ആനക്കട്ടിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. എന്തായാലും അണ്ണാമലൈ പങ്കെടുക്കുന്ന ഒരു വലിയ റാലി കൂടി BJP ആസൂത്രണം ചെയ്യുന്നുണ്ട്. അണ്ണാമലൈ കോയമ്പത്തൂരിനോടൊപ്പം തന്നെ പാലക്കാടും പ്രചരണത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. നിർണായകമായ തമിഴ് വോട്ട് BJPയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അതിലൂടെ അട്ടിമറി തന്നെയാണ് കേന്ദ്രവും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കളത്തിലിറക്കിയിരിക്കുന്നതാവട്ടെ അണ്ണാമലയും. എന്തായാലും ചേർന്ന് കിടക്കുന്ന 2 പ്രദേശങ്ങളാണ് ഈ പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വോട്ടുകളിൽ കൃത്യമായ സ്വാധീനം ചെലുത്തി അത് തങ്ങളുടെ പക്ഷത്താക്കുക എന്ന തന്ത്രം തന്നെയാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.